ഓപ്പറേഷൻ തുഫാന് കേന്ദ്ര സർക്കാർ കൂടി പിന്തുണ നൽകുകയാണ്. തമിഴ്നാട്ടിലെത്തി മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കൈകൊടുത്ത രമേശ് ചെന്നിത്തല രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പദ്ധതിയുമായി കൈകോർക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തത്വത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും പദ്ധതിക്ക് വേണ്ട സഹായങ്ങൾ നേരത്തെ തന്നെ അമിത്ഷാ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജോസഫ് വിജയ് കൈകോർത്തതോടെ ദക്ഷിണേന്ത്യ പൂർണ്ണമായും ചെന്നിത്തലയുടെ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകാതെ ദില്ലിയിലെത്തുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തും. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിന്റെ ഒഴുക്ക് തടയണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സഹായം ഓപ്പറേഷൻ തൂഫാന് മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ കൂടി കൈകൊടുക്കുന്നതോടെ ഒരു കാര്യം ഉറപ്പിക്കാം: പിണറായി വിജയൻ സർക്കാർ 10 വർഷം കൊണ്ട് ചെയ്തത് ചെയ്യുവാൻ ചെന്നിത്തലയ്ക്ക് വേണ്ടിവന്നത് വെറും 1.5 മാസം മാത്രമാണ്. കേരളത്തിന്റെ തെരുവുകളിലും കലാലയങ്ങളിലും രാക്ഷസനെ പോലെ പിടിമുറുക്കിയ മയക്കുമരുന്ന് മാഫിയയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ടാണ് കേരള പോലീസിന്റെ വജ്രായുധം ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് മുന്നേറുന്നത്. രാസലഹരിയുടെ മായാലോകത്ത് വഴിതെറ്റിപ്പോയ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും രാത്രികളിൽ മക്കളെ കാത്ത് നെഞ്ചുപൊട്ടിക്കരഞ്ഞ അമ്മമാരുടെയും പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായാണ് കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളം കണ്ടത് ലഹരി വ്യാപനത്തിന്റെ പേടിപ്പിക്കുന്ന കണക്കുകളാണ്. 2021 5695 മയക്കുമരുന്ന് കേസുകൾ 2025 ആയപ്പോഴേക്കും കുതിച്ചുയർന്ന് 36,314 എന്ന ഭയാനകമായ സംഖ്യയിലേക്കെത്തി. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഈ കണക്കുകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞത്. എന്നാൽ തുഫാൻ ആഞ്ഞടിച്ചതോടെ മാഫിയ സംഘങ്ങളുടെ നട്ടലൊടിഞ്ഞു എന്ന് പറയാം. പദ്ധതി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലുടനീളം രജിസ്റ്റർ ചെയ്തത് 4500-ലധികം കേസുകളാണ്. അറസ്റ്റിലായത് 5500-ൽ പരം ലഹരി കടത്തുകാരാണെന്നത് പദ്ധതിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം 58 പേരെയാണ് പോലീസ് ഇരുമ്പഴിക്കുള്ളിലാക്കിയത്. ഈ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കേരളത്തിലെ ഓരോ അമ്മമാർക്കും നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. അദ്ദേഹത്തിന്റെ വൈകാരികമായ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനിയൊരമ്മയും തൻ്റെ മകനെയോ മകളെയോ ഓർത്ത് രാത്രികളിൽ കണ്ണീർ വാർക്കരുത്. കേരളത്തിലെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരി മാഫിയകളെ നമ്മൾ വേരോടെ പിഴുതെറിയും. ഈ നാടിൻ്റെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും, അവർ എത്ര ഉന്നതരായാലും അവരെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. ഇതൊരു മന്ത്രിയുടെ വെറും വാക്കല്ല, മറിച്ച് കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഞാൻ നൽകുന്ന ഉറപ്പാണ്. ഈ വാക്കുകൾ അദ്ദേഹം പാലിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭാവി ശോഭനീയമാണെന്ന് കാണാൻ സാധിക്കും. അതിനിടെ ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർ കോടതികളിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ 12 പുതിയ പ്രത്യേക NDPS കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ വലിയ പ്രതീക്ഷകൾ നൽകുമ്പോഴും വ്യവസ്ഥിതിയെ ശുദ്ധീകരിക്കുന്ന ഈ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് സർക്കാരിനോടും പോലീസിനോടും പറയാനുള്ളത് മറ്റൊന്നാണ്. ഇതുവരെ പോലീസിന്റെ വലയിലായത് ലഹരി വിതരണ ശൃംഖലയിലെ അവസാന കണ്ണികളായ ചെറുമീനുകൾ മാത്രം. സ്കൂൾ കുട്ടികൾക്കും യുവാക്കൾക്കും ലഹരി എത്തിക്കുന്ന ഇടനിലക്കാരും തെരുവിലെ ചെറുകിട കച്ചവടക്കാരും അറസ്റ്റിലാകുമ്പോഴും കോടികളുടെ സാമ്രാജ്യം ഭരിക്കുന്ന മാഫിയ തലവന്മാരായ ആ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും നിയമത്തിന്റെ വലയ്ക്ക് പുറത്ത് സ്വതന്ത്രരായി വിഹരിക്കുകയാണ്. അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ കേരളത്തിന് തുണയാകുന്നത്. അതിർത്തി കടന്നെത്തുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്തി ഉന്നത സ്വാധീനമുള്ള ആ യഥാർത്ഥ കുറ്റവാളികളെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ പോലീസ് തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ പദ്ധതി അതിന്റെ പൂർണ്ണമായ ലക്ഷ്യത്തിലെത്തുകയുള്ളൂവെന്ന് പറഞ്ഞു വയ്ക്കാം.